നമസ്കാരം. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 4 ദിവസം കൂടി. പ്രചാരണത്തിനാകെ ബാക്കിയുള്ളത് 2 ദിവസം മാത്രം. ഏറ്റവും കുറവ് സമയം പ്രചാരണത്തിന് ലഭിച്ച ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം അവസാനിക്കിരിക്കെ അവസാന ലാപ്പിൽ എന്തൊക്കെയാണ് ചർച്ചയാകുന്നത്? പോളിംഗ് ബൂത്തിലേക്ക് പോകും മുൻപുള്ള അവസാന ദിവസങ്ങളിൽ വോട്ടിന്റെ അജണ്ട നിശ്ചയിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെ? സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. അതിഥികളായി CPM-ൽ നിന്ന് ശ്രീ D. സുരേഷ് കുമാർ, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്, ഒപ്പം മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് പൊടിപ്പാറ. ആദ്യം ശ്രീ VP ശ്രീ പത്മനാഭൻ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പീക്കിലെത്തിയ പ്രചാരണമാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി നമ്മൾ കാണുന്നത്. BJP-യെ സംബന്ധിച്ച്, NDA-യെ സംബന്ധിച്ച് ഏറ്റവും ഹൈ പ്രൊഫൈൽ പ്രധാനമന്ത്രി എത്തുന്നു, ആഭ്യന്തരമന്ത്രി എത്തുന്നു. പക്ഷെ അതിന്റെയൊക്കെ പ്രഭ കളയുന്ന രീതിയിലാണല്ലോ തൃശ്ശൂരിൽ നിന്ന് ഇന്നും ഇന്നലെയുമായി വരുന്ന വാർത്തകൾ. ഈ കിറ്റ് വിവാദം നിങ്ങൾക്കൊരു നാണക്കേടായി മാറുന്നില്ലേ? കിറ്റ് വിവാദം ഒന്നും ഇവിടെ ഒരു വിഷയമല്ല. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അതിഭീകരമായ ഗുരുതരമായ ഭരണപരാജയങ്ങളാണ്. അതിലേറ്റവും ഗുരുതരം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമലയിൽ നിന്നും 4.5 കിലോ സ്വർണം കൊള്ള ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ശബരിമലയുടെ പേര് പറഞ്ഞുകൊണ്ട് അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തി കോടികൾ പൊടിച്ചു. ആ പൈസ എന്തിനാ ചെലവാക്കിയെന്ന് ആർക്കും അറിയില്ല. 623 ആളുകൾ പങ്കെടുത്ത പരിപാടിക്ക് 7 ചില്ലാനം കോടി രൂപ ചെലവാക്കി എന്നാണ് പറയുന്നത്. ഇങ്ങനെ കേരളത്തിലെ ഏറ്റവും ഞാൻ ചോദിച്ചത് ഈ കിറ്റ് വിവാദത്തെ കുറിച്ചാണ്. പക്ഷേ പോട്ടെ, താങ്കൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് അതിനെക്കുറിച്ച് പറയാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 25 ദിവസമാണ് പ്രചാരണത്തിന് ലഭിക്കുക. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. 25ാമത്തെ ദിവസം ഇലക്ഷൻ. അതിൽ പ്രധാനമന്ത്രി ഇന്നലെ ഈ സ്വർണ്ണക്കൊള്ള ഉന്നയിക്കുന്നത് വരെ ഈ NDA-യുടെ നേതാക്കളോ അല്ലെങ്കിൽ BJP-യുടെ നേതാക്കളോ ഒന്നും ഇത് ഉന്നയിച്ച് കണ്ടില്ല. രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി ഇത് പറയാത്തത്, എന്തുകൊണ്ട് നരേന്ദ്രമോദി ഇത് ഉന്നയിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോഴാണ് ഇന്നലെ ആദ്യമായി ഒരു മറുപടി വന്നത്. ഇപ്പോഴാണോ നിങ്ങൾക്ക് ഈ സ്വർണ്ണക്കൊള്ള ഓർമ്മ വന്നത്? അത് താങ്കള് BJP-യുടെ നേതാക്കന്മാരെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അത് ഇപ്പൊ ഞാൻ വിശദീകരിച്ച് ആ സമയം കളയുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഇരു മുന്നണികളും നടത്തുന്ന വർഗീയ പ്രീണനമാണ്. ഞാൻ മഞ്ചേശ്വരത്തു നിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മഞ്ചേശ്വരത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി പരസ്യമായി പറഞ്ഞു SDPI ഒരു സെക്യുലർ പാർട്ടിയാണ്. എനിക്ക് അറിയേണ്ടത് UDF-ന്റെ അഭിപ്രായമാണോ, മുസ്ലിം ലീഗിന്റെ അഭിപ്രായമാണോ, അതല്ല UDF-ന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായമാണോ, അതല്ല മുസ്ലിം ലീഗിന്റെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ അഭിപ്രായമാണോ? ഇതാണ് അറിയേണ്ടത്. SDPI സെക്യുലർ പാർട്ടിയാണെന്ന് പറയുന്ന അത്രയും തരം താണു കഴിഞ്ഞു UDF. അപ്പൊ 2 മുന്നണികളും LDF ജമാഅത്ത് ഇസ്ലാമിയുടെ സഹകരിച്ചിട്ടാണ് മുക്കം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ചത്. ഇപ്പോഴും അവിടെ സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം UDF ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിനെ കൂട്ടിപ്പിടിച്ചിരിക്കുന്നു, SDPIയെ സെക്യുലർ പാർട്ടിയെ വെള്ളപൂശിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗത്ത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള, അതോടൊപ്പം ഭരണപരാജയം, ആശുപത്രിയിൽ ചികിത്സിക്കാൻ പോയ രോഗി ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു മരിക്കുന്നു, നേതാക്കന്മാർ ചികിത്സിക്കാൻ അമേരിക്കയ്ക്ക് പോകും, എന്നിട്ട് കേരള ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണെന്ന് പറയും. ഇങ്ങനത്തെ അവസ്ഥ, അതോടൊപ്പം ഈ വർഗീയ പ്രീണനം, ഇതിന്റെ കൂടെ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 12 വർഷം കൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ 66 വികസനം, റെയിൽവേ വികസനം, 35 റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7000 കോടി രൂപ ചെലവാക്കി നടത്തുന്ന വികസനം, സൗജന്യ റേഷൻ, കിസാൻ സമ്മാൻ നിധി, ആയുഷ്മാൻ ഭാരത്, മാതൃവന്ദനം, ക്ഷേമ പദ്ധതികൾ. അപ്പൊ ഒരു ഭാഗത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും, മറുഭാഗത്ത് തകർന്നു തരിപ്പണമായ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി, അതിൽ ആ സ്ഥിതിയിൽ കേരളത്തെ എത്തിച്ച ഇരു മുന്നണികൾ, അതോടൊപ്പം ഇപ്പോൾ 4 വോട്ടിന് വേണ്ടി SDPI വരെ, അതായത് SDPIയുടെ മാതൃസംഘടന നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് UAPL. അപ്പോഴാണ് SDPI സെക്യുലർ പാർട്ടിയാണ് UDF-ന്റെ സ്ഥാനാർത്ഥി പറയുന്നത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അനാവശ്യമായ വിഷയങ്ങൾ ദയവ് ചെയ്ത് ആരും ഈ തെരഞ്ഞെടുപ്പിലെ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരണ്ട. അത് പരാജയപ്പെടും. ഡീലെന്ന് പറഞ്ഞ് നടത്തിയ എല്ലാ ശ്രമവും പരാജയപ്പെട്ടു. ഇനിയും ചെറിയ ചെറിയ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ കൊണ്ടുവരണ്ട, അതും പരാജയപ്പെടും. യഥാർത്ഥ വിഷയങ്ങൾ ഇന്നലെ ഒളരിയിലും ഇന്ന് വാടാനപ്പള്ളിയിലും നടന്ന ഈ കിറ്റ് വിതരണത്തെ പറ്റിയോ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ പറ്റിയോ അങ്ങേക്ക് ഒന്നും പറയാനില്ല? അപ്പോ അത് TN പ്രതാപന്റെ പേരിൽ കേസെടുത്തില്ല.
കേസ് ടി എൻ പ്രതാപന്റെ അവിടുത്തെ BJP നേതാവ് രാധാകൃഷ്ണന്റെ പേരിലും കേസുണ്ടല്ലോ. അയാൾ BJP നേതാവൊന്നല്ല, വെറുതെ നിങ്ങൾ പിടിച്ച അയാളെ BJP നേതാവൊന്നും ആക്കണ്ട. അതാണ് അങ്ങയുടെ മറുപടി അല്ലേ? ടി എൻ പ്രതാപന്റെ പേരിലാണ് കേസ്. അങ്ങയുടെ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ദേവൻ അവിടെ എന്തിനാണ് വന്നത്? ചായ കുടിക്കാൻ വന്നതാണോ? അങ്ങോട്ട് എന്തിനാ വന്നതെന്ന് അങ്ങോട്ട് പത്രക്കാരോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ കേട്ടതല്ലേ? കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേസ് ടി എൻ പ്രതാപന്റെ പേരിലാണ്. പ്രതാപന്റെ പേരിൽ കേസായി, കോൺഗ്രസ്സുകാരുടെ പേരിൽ കേസായി. രാധാകൃഷ്ണനെ നിങ്ങൾ തള്ളി പറയുന്നു നിങ്ങളുടെ ആളല്ല. രാധാകൃഷ്ണനെ നിങ്ങൾ തള്ളി പറയുന്നു നിങ്ങളുടെ ആളല്ല. കേസ് ടി എൻ പ്രതാപന്റെ പേരിലാണ്. അനാവശ്യമായ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയതിന് ടി എൻ പ്രതാപന്റെ പേരിൽ കേസാണ്. അവിടെ പ്രതിഷേധിച്ചതിനാണ് കേസ്, കിറ്റ് വിതരണം ചെയ്തതിനല്ല പ്രതാപനെതിരെ കേസ് എന്നത് കൂടി പ്രത്യേകം പറയണല്ലോ. ശരി, അങ്ങനെയൊക്കെ തിരിച്ചെത്താം. ഡോക്ടർ ജിൻഡോ ജോൺ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പല വിഷയങ്ങളും, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തിന്റെ ഒരു പ്രത്യേകത, ഓരോ ദിവസവും ഒരു വിഷയം ഉന്നയിക്കുന്നു, അടുത്ത ദിവസത്തേക്ക് ആ വിഷയം നിലനിൽക്കുന്നില്ല, മറ്റൊരു പുതിയ വിഷയം വരുന്നു എന്ന തരത്തിലാണ് ഈ പ്രചാരണം മുന്നോട്ട് പോയതൊക്കെ. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ പിറ്റേ ദിവസം തൊട്ട് ഉന്നയിച്ച ഡീൽ എന്ന ഒരു വിഷയത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം ഉറച്ചു നിന്നിരുന്നു. പക്ഷേ ഈ അവസാന ദിവസത്തേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ തൊട്ട് അത് ശബരിമലയിലേക്ക് കൂടി എത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് തുടക്കത്തിൽ എവിടെയും ഈ ശബരിമല എന്നൊരു വിഷയം ഉന്നയിക്കപ്പെടാതിരുന്നതും ഇപ്പോൾ അത് കാര്യമായി തന്നെ ഉന്നയിക്കപ്പെടുന്നു? ശ്രീജ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശബരിമല എന്ന വിഷയം നമ്മൾ തുടക്കം മുതൽ, അത് ഇപ്പോൾ മുതലല്ല, ആ സംഭവം അതുമായി ബന്ധപ്പെട്ട ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സഖാക്കന്മാർ അവിടെ കൊള്ളയടിച്ചത് മുതലുള്ള സകല വിഷയങ്ങളും ഞങ്ങൾ നേരത്തെ തൊട്ട് പറഞ്ഞിരുന്നു. പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് പറഞ്ഞിരുന്നു, അതിനുശേഷവും അത് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും പറയുന്നുണ്ട്. പിന്നെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ സകല സാധാരണക്കാരെയും എല്ലാ രീതിയിലുമുള്ള നികുതി ഭീകരതയുടെ പേരിൽ കൊള്ളയടിച്ച ഒരു സർക്കാർ, അതിനുശേഷം ശബരിമല ശാസ്താവിൻ്റെ സ്വർണ്ണപ്പാളികൾ വരെ കൊള്ളയടിക്കുന്ന വിഷയങ്ങൾ, ഇതെല്ലാം നിരന്തരമായി ഞങ്ങൾ കേരളത്തിൻ്റെ പൊതുമനസാക്ഷിക്ക് മുമ്പിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ആളുകൾ കൃത്യമായിട്ട് അത്തരം രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് അവബോധരുമാണ്. പക്ഷേ ആ സമയത്താണ് ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെടുമെന്നുള്ള ബോധ്യം പിണറായി വിജയന് കിട്ടിയപ്പോൾ ഒരു സൈഡിൽ കൂടെ BJPയെയും മറു സൈഡിൽ കൂടെ SDPയെയും കൂട്ടിപ്പിടിച്ച് പറ്റാവുന്ന സകല ആളുകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് തുടർഭരണത്തിലുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡീൽ എന്ന് പറഞ്ഞ ആരോപണവും ഞങ്ങൾ ഉന്നയിച്ചു. വിവിധ സാഹചര്യങ്ങൾ, ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ പറയുന്ന ആക്ഷേപങ്ങളാണല്ലോ. ജനങ്ങൾ ഇതിനെല്ലാം കാര്യമായിട്ട് പരിഗണിക്കുന്നു, ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ BJP കിറ്റ് കൊടുക്കുന്നു. പ്രധാനമന്ത്രി വന്ന് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മിണ്ടുന്നത് വരെ BJPയുടെ ഒരു നേതാവും പറഞ്ഞില്ല. അത് ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല ശ്രീജ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു വന്നപ്പോൾ KPCCയുടെ നേതൃത്വത്തിൽ 4 മേഖലാ വിശ്വാസ സംരക്ഷണ ജാഥകൾ നടത്തി. അത് ശബരിമല വിശ്വാസികളുടെ മാത്രം പ്രശ്നം ഉന്നയിച്ചിട്ടല്ല. മതവിശ്വാസികളും വിശ്വാസികളല്ലാത്തവരുമായിട്ടുള്ള മനുഷ്യർ ഈ നാട്ടിലുണ്ടാവും. പക്ഷേ എല്ലാ വിഭാഗം മനുഷ്യരും, മതവിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള മനുഷ്യർക്ക് വിശ്വാസമുള്ളതാണ് ഒരു സർക്കാർ. ആ സർക്കാർ വിശ്വാസവഞ്ചന കാണിച്ച്, ആ സർക്കാർ നേരിട്ട് കൊള്ളക്കാരെ സംരക്ഷിച്ച് പോറ്റി വളർത്തുന്ന നിലപാടിനെതിരെ ഞങ്ങൾ സമരം ചെയ്തപ്പോൾ BJP സമരം ചെയ്തില്ല. BJP അന്നേരം സോണിയാഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന തിരക്കിലായിരുന്നു. സദാനന്ദ ഗൗഡയും അതുപോലെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായണനുമെതിരായിട്ടുള്ള ചിത്രങ്ങൾ, അവരുടെ ഒപ്പമുള്ള ചിത്രങ്ങൾ കൂടി പുറത്തു വന്നപ്പോൾ അവർ ആ പരിപാടിയും നിർത്തി. അവർ ഇപ്പോഴും സോണിയാഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെയൊക്കെ ആരോപണം നയിക്കുന്ന ആ തിരക്കിലായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചത്, നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJPയുടെ നേതാക്കന്മാർക്ക് കേരളത്തിൽ ശബരിമലയെക്കുറിച്ചിട്ട് ഒരു അക്ഷരം പറയാനില്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനെ വെട്ടിമുറിക്കാൻ വേണ്ടി രഥയാത്രകൾ നടത്തി അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയ ആളുകൾ, അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ സമയത്ത് അതിൽ അഴിമതി നടത്തി, രാമക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ ഓട്ട വീണ്, അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകത കൊണ്ട് ഓട്ട വീണ് രാമന്റെ മൂർത്തി മഴവെള്ളം നിറഞ്ഞിരുന്ന സാഹചര്യമുണ്ട്, ചുറ്റുമതിൽ പൊളിഞ്ഞുപോയ സാഹചര്യമുണ്ട്. ഭൂമി കുംഭകോണം നടത്തിയതിന്റെ പേരിൽ ആരോപണം നേരിടുന്ന ആളാണ് ഇന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ആള്. അപ്പൊ അങ്ങനെയുള്ള ആക്ഷേപം നേരിടുമ്പോൾ അവർക്ക്, ഈ രാജ്യത്തെ ആളുകളെ അമ്പലത്തിന്റെയും പള്ളിയുടെയും പേരിൽ ഭിന്നിപ്പിക്കാൻ വെട്ടിമുറിക്കാനൊക്കെ നോക്കുന്ന ആളുകൾക്ക് ശബരിമല ശാസ്താവിന്റെ സ്വർണം കണ്ട വിഷയത്തിലോ കേരളത്തിലെ സാധാരണക്കാരെ 10 വർഷമായി പിണറായി വിജയൻ സർക്കാർ കൊള്ളയടിച്ച വിഷയത്തിലോ ഒരു ആക്ഷേപവും ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ ചോദ്യം. അതുകൊണ്ടാണ് ഇത് ഡീലാണെന്ന്
പറഞ്ഞതുപോലെ കേരളം മുഴുവൻ ഒരു തെരഞ്ഞെടുപ്പ് യാത്ര നടത്തുകയും നമ്മൾ ഇടയ്ക്ക് വെച്ച് കാണുകയും ഒക്കെ ചെയ്തതാണല്ലോ. ആ യാത്രയിലുടനീളം പലതവണ പലയിടത്തും കോൺഗ്രസ് നേതാക്കൾ എന്ത് വിഷയമാണ് ഉന്നയിക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അവിടെ എവിടെയും ഈ വിഷയം ഉന്നയിക്കപ്പെട്ടില്ല. രാഹുൽ ഗാന്ധി ഈ വിഷയം പ്രസംഗത്തിൽ സ്വർണം കട്ടത് ആരപ്പ എന്ന് ചോദിക്കുന്ന ദിവസം രാവിലെ കെ മുരളീധരനാണ് ആദ്യമായി ഈ വിഷയം ഒരു പൊതുധാരയിൽ നിന്ന് അല്ലെങ്കിൽ മുഖ്യധാരാ നേതാവായി ഏറ്റവും ആദ്യം ഈ വിഷയം ഉന്നയിച്ച് കേൾക്കുന്നത്. മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ അന്നാണ്. അതുവരെയും ഈ വിഷയം ഇല്ലായിരുന്നു. നിങ്ങൾ ഡീൽ മാത്രമായിരുന്നു ഉന്നയിച്ചത്. പിന്നെ ഈ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ഇത് പ്രധാന വിഷയം, ഇത് നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചിരുന്നു, സമ്മതിച്ചു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതില്ലായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീജ, അത് നിങ്ങൾക്ക് സംശയം ഉണ്ടായില്ല, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഇല്ലാതിരിക്കാനുള്ള കാരണം മാധ്യമങ്ങൾക്ക് താല്പര്യമുള്ള വാർത്തകളാണ് കൊടുക്കുക, അല്ലേ? ഞങ്ങൾ പറയുന്ന മുഴുവൻ പ്രസംഗങ്ങളും ഞങ്ങൾ പറയുന്ന മുഴുവൻ മുദ്രാവാക്യങ്ങളും നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് താല്പര്യമുള്ള വാർത്തകളും നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടുന്ന കാര്യങ്ങളും അല്ലേ നിങ്ങൾ കൊടുക്കുക. ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, UDFന്റെ നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ പുതുയുഗ യാത്രയുടെ ഓരോ ഘട്ടത്തിലും കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരെ മുതൽ ശബരിമല ശാസ്താവിനെ വരെ കൊള്ളയടിച്ച അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് തന്നെയാണ് ഞങ്ങൾ പുതുയുഗ യാത്ര നടത്തിയത്. പക്ഷെ നിങ്ങൾ ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ചർച്ച. ഞാൻ അടുത്ത റൗണ്ടിലെത്താം. ജിൻഡോ, ശ്രീ ഡി സുരേഷ് കുമാർ, അല്ല ഞാൻ പറയട്ടെ, ഈ വിഷയം നിങ്ങൾ ഉന്നയിച്ചിരുന്നു, അത്രയല്ലേ ഉള്ളൂ വിശദീകരണം. നമുക്ക് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം. ശ്രീ ഡി സുരേഷ് കുമാർ, ഒരു ഡീലിലാണ് ആദ്യം തൊട്ട് തന്നെ കോൺഗ്രസ് പ്രതിപക്ഷം നിങ്ങളെ കുരുക്കിയിടാൻ ശ്രമിച്ചത്. ആ കുരുക്കിൽ നിന്ന് പുറത്തു വരാൻ കാര്യമായി തന്നെ ശ്രമിക്കേണ്ടി വന്നു. പക്ഷേ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ SDPI വോട്ട് വിവാദം, അതിൽ ശക്തമായൊരു നിലപാട് പറയാൻ പോലും പറ്റാതെ നിങ്ങൾ വിഷമിക്കുന്നതാണ് പല ഘട്ടങ്ങളിലും കണ്ടത്. എന്തൊക്കെയാണ് LDFനെ സംബന്ധിച്ച് ഈ അവസാന ദിവസങ്ങളിൽ അജണ്ടയാകുന്നത്? നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ പറയാൻ വ്യക്തമായ രാഷ്ട്രീയമില്ലാത്ത, വികസന നയമില്ലാത്ത, ഒരു വികസന പരിപ്രേക്ഷ്യം മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത ഐക്യജനാധിപത്യ മുന്നണിയും BJPയുടെ നേതൃത്വത്തിലുള്ള NDAയും ഈ സംസ്ഥാനത്ത് അവർ സ്വയം അപഹാസ്യരായി, ഇളിഫരായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഭാവമായിട്ടുള്ളൊരു അവസാന ഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ ചർച്ച ചെയ്ത ആളുകൾ തന്നെ, ആദ്യം ചർച്ച തുടങ്ങിയ BJPയുടെ പ്രതിനിധി തന്നെ ആങ്കർ ചോദിക്കുന്ന ചോദ്യത്തിന് തമാശ രൂപേണയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ തിട്ടൂര മനോഭാവത്തോട് കൂടിയിട്ടുള്ള ചില വാക്യങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചു. ഞാൻ പറയുന്നത് ചർച്ച ചെയ്താൽ മതി, മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട എന്ന രൂപത്തിൽ. അവർ പറയുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അമ്പേ പരാജയമാണ്. എനിക്ക് ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അമ്പേ പരാജയമാണ് എങ്കിൽ കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വാട്ടർ മെട്രോ, ഞാൻ എല്ലാം പറയുന്നില്ല, ഏറ്റവും പുതിയ പദ്ധതികൾ, വാട്ടർ മെട്രോ, അതുപോലെ തന്നെ റവന്യൂ LSTD ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടപ്പിലാക്കിയ ഏകീകൃത സ്വഭാവത്തോടു കൂടിയിട്ടുള്ള പല പരിഷ്കാരങ്ങളും പഠിക്കുന്നതിന് വേണ്ടി ഇതര സംസ്ഥാനങ്ങളിലെ BJP ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വിദഗ്ധ സംഘങ്ങളെ എന്തിനവർ അയച്ചു? ഈ സംസ്ഥാനത്തെ മാതൃകയാക്കി കാര്യങ്ങൾ പഠിക്കാൻ BJPയും കോൺഗ്രസും നേതൃത്വം നൽകുന്ന സംസ്ഥാനങ്ങളിലെ വിദഗ്ധ സമിതികൾ എന്തിനീ സംസ്ഥാനത്തെത്തി? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ന് ചോദിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആങ്കർ BJP പ്രതിനിധിയോട് ചോദിച്ചു. അത് വർഗീയതയെക്കുറിച്ചാണ്. ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, ജാതിയും മതവും തിരിച്ച് നാളിതുവരെ അവിടെ വിജയിച്ചിട്ടുള്ള MLAമാരുടെ പേര് വിവരം ബോർഡിൽ പ്രദർശിപ്പിക്കുകയാണ്. ഇത്രമാത്രം പച്ച വർഗീയത ഈ സംസ്ഥാനത്ത് ആളിക്കത്തിച്ചിട്ട് അദ്ദേഹം ചോദ്യം ചോദിക്കുമ്പോൾ ചിരിച്ച് ആ ചോദിക്കുന്ന ആങ്കറെ അപഹസിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു പോയി, നേതാക്കന്മാർ വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സ നടത്തുന്നതിനെ സംബന്ധിച്ച് എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരും, അത് കോൺഗ്രസ് ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും BJP ആയിരുന്നാലും, അവരുടെ എല്ലാം ജീവനും ആരോഗ്യവും നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. സുഷമ സ്വരാജും അതുപോലെ തന്നെ അരുൺ ജെയ്റ്റ്ലിയും ഒക്കെ എവിടെയാണ് ചികിത്സിച്ചത് എന്ന് BJPയുടെ പ്രതിനിധി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും ഈ രാഷ്ട്രീയ സാഹചര്യം വളരെ ഗൗരവമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വെറും ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ ചർച്ചയുടെ ഗതിയെ തെറ്റിക്കാൻ വേണ്ടി നോക്കരുത്. പിന്നെ വർഗീയതയുമായി കൂട്ടുകെട്ടുന്നത്, നിങ്ങൾ കൂട്ടുകെട്ടിയതുപോലെ BJP ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് കൂട്ടുകെട്ടിയതുപോലെ മറ്റാരെങ്കിലും കൂട്ടുകെട്ടിയിട്ടുണ്ടോ? കേവലം 4 വോട്ടിനും അല്ല 2 സീറ്റിനും 4 വോട്ടിനും വേണ്ടി കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയ ആളുകളാണ് നിങ്ങൾ. സയ്യിദ് അഹമ്മദ് റഷി
2024 കനോജ് മണ്ഡലത്തിൽ മത്സരിച്ച BJP ജമാഅത്ത് ഇസ്ലാമി സംയുക്ത സ്ഥാനാർത്ഥിയാണ്. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി വച്ചടി ഇവിടെ വന്നു നിന്ന് ഇവിടെ ആകെ പരാജയമാണ്. ഞങ്ങൾ ആ പരാജയം ഉൾക്കൊള്ളുകയാണ്. 62 ലക്ഷം പേർക്ക് 2,00,000 രൂപ വെച്ച് പെൻഷൻ കൃത്യമായി മുടങ്ങാതെ കൊടുക്കുന്നത് ഞങ്ങളുടെ പരാജയമായി നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. 5 ലക്ഷം വീടുകൾ ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഈ സർക്കാർ കൊടുത്തതിനെയാണ് നിങ്ങൾ പരാജയമായി വിലയിരുത്തുന്നതെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. 4 ലക്ഷത്തിലധികം ആളുകൾക്ക് അവരെ പട്ടയം കൊടുത്ത് ഭൂമിയുടെ അവകാശികളാക്കിയത് ഈ സർക്കാരാണ്. 3 ലക്ഷത്തിലധികം വരുന്ന യുവാക്കൾക്ക് തൊഴിലന്വേഷകരായിട്ടുള്ള നിയമനം കൊടുത്ത് സർവകാല റെക്കോർഡ് നടപ്പിലാക്കിയത് ഞങ്ങളാണ്. ഒന്നും ബാധിക്കില്ല എന്ന പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നു. അതല്ലേ താങ്കൾ പറഞ്ഞു വരുന്നത്? അത് ഞങ്ങൾ കൃത്യമായി വികസന രാഷ്ട്രീയം തന്നെയാണ് നടപ്പിലാക്കിയതും നടപ്പിലാക്കാൻ പോകുന്നതും. ഏകദേശം 980ഓളം പുതിയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വോട്ടിന്റെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഇന്നിപ്പോ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വളരെ കൃത്യമായി പറയുന്നു SDPIയോട് നേരത്തെയുള്ള നിലപാടിൽ മാറ്റമില്ല. പക്ഷേ നിങ്ങളുടെ മുതിർന്ന നേതാക്കൾ പലപ്പോഴും അങ്ങനെ ഒരു വ്യക്തമായ ഒരു നിലപാട് പോലും പറയാൻ പറ്റാതെ കഷ്ടപ്പെടുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇന്നലെ MA ബേബി അക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കുന്നത് വരെ എത്രയോ നേതാക്കളോട് നേരിട്ട് തന്നെ ഞങ്ങൾ ചോദിച്ചു. അപ്പോഴൊക്കെയും പറയുന്നത് എല്ലാവരുടെയും വോട്ട് വേണം, മനുഷ്യന്മാരുടെ മുഴുവൻ വോട്ട് വേണം, SDPIയുടെ വോട്ട് വേണ്ട, അല്ലെങ്കിൽ മത തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അല്ലല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ 2 ആംഗിളിൽ നമ്മൾ ഈ പ്രശ്നങ്ങൾ കാണണം. ഇപ്പോൾ പരസ്യമായി അസോസിയേറ്റ് മെമ്പറായി UDF-ലേക്ക് ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഉൾപ്പെടെ അവർ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ കാശ്മീരിലടക്കം ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെടുന്ന RSS BJP. ഇവിടെയാണ് നിങ്ങൾ ഇല്ലാത്തൊരു ഡീലിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു പച്ചക്കള്ളം പറഞ്ഞ് 100 വട്ടം അത് പറഞ്ഞ് സത്യമാക്കി തീർക്കാൻ വേണ്ടി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ബോധപൂർവമായ ഇടപെടലും ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ വർഗീയ രാഷ്ട്രീയം പറയുന്ന ആളുകളുമായി കൃത്യമായ നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിൽ ഒരു ഘട്ടത്തിലും വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിയില്ല. ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഉള്ളതുപോലെ തുടക്കത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം അതിന്മേൽ ചർച്ച. ഇപ്പോൾ 2021 നമുക്കറിയാം ശബരിമലയുണ്ട്, സമാനമായ ഒരുപാട് വിഷയങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വിഷയത്തിലല്ല ഇത്തവണ തുടങ്ങിയത്. ഓരോ ദിവസം എന്ന വണ്ണം പുതിയ വിഷയങ്ങൾ വരുന്നതാണ് കണ്ടത്. ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ഈ വിവാദങ്ങൾക്കപ്പുറത്ത് രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ പോകുന്ന നിർണായക ഘടകം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് VD സതീശനുമായിട്ട് ഒരു മാധ്യമം നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹമാണ് ആദ്യമായിട്ട് പാലക്കാട് ഒരു ഡീലുണ്ട് എന്നുള്ള ഒരു വിഷയം എടുത്തിട്ടത്. അത് പിന്നീട് അങ്ങോട്ട് കത്തി കയറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടത്. പാലക്കാട് മാത്രമല്ല, മറ്റ് പല മണ്ഡലങ്ങളിലും ഡീലുണ്ട് എന്ന രീതിയിൽ പിന്നീട് പറഞ്ഞു. 10 മണ്ഡലങ്ങളിൽ ഡീലുണ്ട് എന്ന രീതിയിൽ പിന്നീട് വ്യാഖ്യാനം വന്നു. അത് UDF-ന്റെ മുഴുവൻ നേതാക്കളും ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടു. KC വേണുഗോപാലും അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഏറ്റെടുത്തു. പിന്നീട് രാഹുൽ ഗാന്ധി കേരളത്തിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നപ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് ഈ വിഷയമാണ്. അപ്പോൾ അതൊരു വലിയ വിഷയമായിട്ട് ഉയർന്നു വന്നു. അതിൽ മറുപടി പറയാൻ അങ്ങനെ ഒരു ഡീലില്ല എന്ന് CPM പലവട്ടം പറഞ്ഞെങ്കിലും ചില സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ അത് വിശദീകരിച്ചു. എന്തുകൊണ്ട് ഈ പറയുന്ന ശബരിമല വിഷയമടക്കമുള്ള നിരവധി വിഷയങ്ങൾ വന്നു, ഒരുപാട് അഴിമതി ആരോപണങ്ങൾ വന്നു, എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെതിരെ മാത്രം EDയോ CBIയോ അടക്കമുള്ള കേന്ദ്ര സർക്കാർ ഏജൻസികൾ ഒരിക്കൽ പോലും ചെല്ലുന്നില്ല? അദ്ദേഹത്തിന്റെ ഓഫീസിലെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പോലും അറസ്റ്റിലായി ജയിലിൽ കിടന്നു. പക്ഷെ അതിന്റെ പേരിൽ പോലും മുഖ്യമന്ത്രിയിലേക്ക് ചെല്ലാനോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകാനോ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യാനോ വിളിക്കാനോ മൊഴിയെടുക്കാനോ തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ മകളുടെ പേരിൽ ആരോപണം വന്നു. ഇതിലൊന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റൊരു പ്രതിപക്ഷ മുഖ്യമന്ത്രിക്കും കിട്ടാത്ത ഒരു സൗമനസ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രം കിട്ടുന്നു? അതാണ് ഈ ഡീലിന്റെ തെളിവ് എന്ന് കൃത്യമായി രാഹുൽ ഗാന്ധി പറയുന്നു. അതുപോലെ തന്നെ ശബരിമല വിഷയത്തെ സംബന്ധിച്ചും രാഹുൽ ഗാന്ധി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഇതുപോലൊരു നിർണായക വിഷയത്തിൽ
പണ്ട് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം നടത്തിയ, ഏറ്റവും കൂടുതൽ സമര മാർഗങ്ങൾ അവലംബിച്ച പാർട്ടിയാണ് BJP. അപ്പൊ രാഹുൽ ചോദിക്കുന്ന ചോദ്യം, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിൽ എവിടെ പ്രചരണത്തിന് പോയാലും ആദ്യം പറയുന്നത് അദ്ദേഹം ദൈവങ്ങളെ കുറിച്ചാണ്, പിന്നീട് ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുന്നു, ആരാധനാലയങ്ങളെ കുറിച്ച് പറയുന്നു. പക്ഷെ എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയും പ്രമാദമായ ഒരു വിഷയമുണ്ടായിട്ട് ശബരിമല എന്ന് പറയുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ, വിശ്വാസികൾ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ശബരിമല സന്നിധാനത്തെ കട്ലപ്പാളികളും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളും അടക്കം വൻതോതിൽ സ്വർണം കടത്തിയിട്ടും അല്ലെങ്കിൽ സ്വർണ്ണ കൊള്ള നടന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ പ്രചരണത്തിന് വരുമ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് അതേക്കുറിച്ചൊരു അക്ഷരം പറയുന്നില്ല എന്ന ചോദ്യം അദ്ദേഹം വളരെ ന്യായമായി ചോദിച്ചു. അതിനുശേഷമായിരിക്കും ഇനിയുള്ള 2 ദിവസം വായുവിൽ നിറഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിൽ എത്തും മുൻപ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുക അല്ലെ? തീർച്ചയായിട്ടും രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു. ഈ സർക്കാരിന്റെ ഭരണ പരാജയത്തെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തെക്കുറിച്ച് അദ്ദേഹം സാധാരണ ജനങ്ങളോട്, അതായത് വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറയുന്നു. അതുപോലെ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള വളരെ മുതിർന്ന രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിന്റെ സമകാലികനായിരുന്ന, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന G. സുധാകരൻ ആ പാർട്ടിയിൽ നിന്ന് പോയി എന്ന പേരിൽ ചെറ്റത്തരമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചെറ്റയെന്ന് വിളിച്ചാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അങ്ങനെ ഒറ്റ പോയിന്റ് അതിന് ബദലായിട്ട് CPM ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വയനാട്ടിലെ എന്താ പറയാ കോൺഗ്രസ് പിരിച്ച പണത്തിന്റെ കണക്ക്. വയനാട് പുനരധിവാസത്തിന് വേണ്ടി കോൺഗ്രസ് പിരിച്ച പണത്തിന്റെ കണക്ക്, അവിടെ വീട് പണിതിട്ടില്ല, എത്ര പണം പിരിച്ചു എന്ന രീതിയിലുള്ള ആ വിഷയമാണ്. യഥാർത്ഥത്തിൽ സത്യത്തിൽ അതിനു മുമ്പ് ഇല്ലാത്ത വിഷയങ്ങളാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇതൊക്കെയാണോ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കേണ്ട വിഷയമെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയങ്ങളും ഉന്നയിക്കപ്പെടും. ഒരു വശത്ത് CPM വികസനത്തെ കുറിച്ച് പറയുമ്പോൾ മറുവശത്ത് ജനദ്രോഹ നടപടികളെ കുറിച്ചും സർക്കാരിന്റെ ജനവിരുദ്ധതയെ കുറിച്ചും ഒക്കെയാണ് UDF ഉയർത്തിപ്പിടിക്കുന്നത്. BJP ആവട്ടെ വികസന മുദ്രാവാക്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മറ്റെല്ലാ വിഷയങ്ങളെയും അവർ അവഗണിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇന്ന് മാത്രമാണ് ഈ ശബരിമല കൊള്ള പോലും ഒരു സജീവ വിഷയമായിട്ട് BJP മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, BJP വിരുദ്ധത എന്ന് പറയുന്ന ഒരു കോമൺ ത്രെഡിൽ, ഒരു പൊതു ചരടിൽ ബന്ധിപ്പിക്കപ്പെട്ട ഇന്ത്യ സഖ്യം, ആ സഖ്യത്തിലെ 2 പ്രധാനപ്പെട്ട കക്ഷികൾ, ഒന്ന് CPM, ഒന്ന് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന് ആക്രമണോത്സുകമായി മുഖ്യമന്ത്രിക്ക് നേരെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ളവരുടെ കയ്യിൽ നിന്നോ ആ വ്യക്തിപരമായ ആക്രമണങ്ങൾക്ക് ഒരു മറുപടി ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധി ആക്രമിക്കുന്നു, പ്രധാനമന്ത്രി വന്ന് നേരിട്ട് പറയുന്നു. അങ്ങനെ ദേശീയ നേതാക്കൾ എത്തി. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് താരപ്രചാരകൻ അല്ലെങ്കിൽ പ്രചാരണത്തിന്റെ ഗതി തിരിച്ചുവിട്ടയാളെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് രാഹുൽ ഗാന്ധിയാണെന്ന്. ആ നിലയ്ക്ക് ദേശീയ തലത്തിൽ വരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള, അലയൊലികൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പ്രചാരണമാണോ ഈ അവസാന ദിവസങ്ങളിൽ കേരളത്തിൽ നടക്കുന്നത്? ശ്രീജ, ഇന്ത്യ മുന്നണി രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ കാര്യമായ അഴിച്ചുപണികൾ ഭാവിയിൽ വേണ്ടിവരുന്ന രീതിയിലുള്ള ഒരുതരം തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് അന്ത്യനിമിഷത്തിൽ കാണുന്നത്. അതായത് ഇന്ത്യ മുന്നണി ഒരു പരസ്പര ആദരത്തോടെ ബഹുമാനത്തോടെ കെട്ടിപ്പടുത്ത BJP വിരുദ്ധ മുന്നണിയാണ്. ഒരു വയബിൾ ഓൾട്ടർനേറ്റീവ് ടു NDA എന്ന നിലയിൽ ഒരു ധാരണയുണ്ട്. കേരളത്തിലും ഒരുപക്ഷെ പഞ്ചാബിലും ഡൽഹിയിലുമൊന്നും പൂർണ്ണമായി, ബംഗാളിലും പൂർണ്ണമായി വർക്കൗട്ട് ചെയ്യാനാവില്ല. എങ്കിൽ പോലും നിശ്ചിത തോതിലുള്ള ബഹുമാനം പരസ്പരം ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ വെച്ച് പുലർത്തേണ്ടതുണ്ട്. പക്ഷേ ആ സഭ്യതയുടെ എല്ലാ സീമകളെയും ലംഘിക്കുന്ന രീതിയിലാണ് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചു. അതിൻ്റെ അർത്ഥം ഇന്ത്യ മുന്നണി ചിതറിയാലും സാരമില്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി ഒരു വലിയ വൈതരണിയിലാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. അവിടെ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും പ്രയോഗിക്കുകയും ഏത് ലെവൽ വരെ പോകാനും സാധിക്കണം. അതുകൊണ്ട് CPM-നെ കടന്നാക്രമിക്കുക എന്നത് തീർച്ചയായും കോൺഗ്രസിൻ്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു. കാരണം ഭരണവിരുദ്ധത ഇവിടെ ഉണ്ട് എന്നത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. അതൊരു തം റൂളാണ്. അതിന് ബാഴൂർ പടിപ്പര വരെ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമില്ല. 10 വർഷം ഭരിച്ചൊരു സർക്കാരിനെതിരെ എത്ര വികസന മേലാപ്പ് ഉണ്ടെങ്കിൽ പോലും ഭരണവിരുദ്ധത ഉണ്ടാകും. അത് ക്യാഷ് ഇൻ ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രിയെ കാര്യമായി ആക്രമിക്കുക, പാർട്ടിയെ ആക്രമിക്കുക, പാർട്ടിയുടെ രീതികൾ ആക്രമിക്കുക, അഴിമതി ഒന്നൊന്നായി കൊണ്ടുവരിക. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ ഇത് വിശ്വാസമല്ല വിഷയം, ഇവിടെ അഴിമതിയാണ് വിഷയം.
കെടുകാര്യസ്ഥതയാണ് വിഷയം, സ്വജനപക്ഷപാതമാണ് വിഷയം. ആ ഒരു കാര്യം വളരെ ഭംഗിയായി പൊതുജന സമക്ഷം കൊണ്ടുവരാൻ സാധിച്ചത് കൊണ്ട് കൂടിയാണ് രാഹുൽ ഗാന്ധി വരേണ്ടി വന്നു. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ശക്തമായ ഒരു നിരയുണ്ടല്ലോ. നമ്മളൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആവുമ്പോൾ ഇവിടെ പല പല നേതാക്കളാണ്. പക്ഷെ ആ നേതാക്കളൊന്നും ഈ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറയുന്നത് വരെ ഉന്നയിച്ചില്ല. അത് ഡോക്ടർ ജിൻഡോ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും ഈ ദിവസങ്ങളിലൊന്നും അത് ഉണ്ടായിരുന്നില്ല. അവരെല്ലാം ഒരൊറ്റ ഡീൽ. അത് എന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ടാണോ? അവിടെയാണോ LDF കുരുങ്ങിപ്പോയത്? പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എന്നൊരു ആശങ്ക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നു. അതാണോ ഇതിന്റെയൊക്കെ മൂല കാരണം? ശ്രീജ, കുടത്തിൽ നിന്നൊരു ഭൂതം ചാടി വെളിയിൽ വന്നു. ആ ഭൂതത്തെ തിരിച്ചു കുടത്തിലാക്കാൻ ഇറക്കി വിട്ടവർക്കോ മറുപക്ഷത്ത് നിൽക്കുന്നവർക്കോ സാധിക്കാതെ പോയതാണ് ഡീൽ വിവാദം. ബാലപ്പടക്കം പോലെ പലരിലേക്ക് പല രീതിയിൽ ചെന്ന് കൊണ്ടതാണ്. മൾട്ടിപ്പിൾ ഡീലുകളാണ്. ഇവിടെ കോൺഗ്രസ് BJP തമ്മിൽ ഡീലുണ്ടെന്ന് പറയുന്നു, CPM-ഉം കോൺഗ്രസും തമ്മിൽ ഡീലുണ്ടെന്ന് BJP പറയുന്നു എന്ന് വേണ്ട തലങ്ങും വിലങ്ങും. SDPI ബന്ധം ഒരുതരം ഡീലാണ്, ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഡീലാണ്, പല തരത്തിലുള്ള ഡീലുകളാണ്. ഈ ഡീലുകൾ എന്ന് പറയുന്നത് ഒരിക്കൽ പോലും തെളിയിക്കാനാവാത്തതും എന്നാൽ പൂർണ്ണമായി നിഷേധിക്കാനാവാത്തതുമായ കാര്യമാണ്. NMR റസാഖിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്, പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വമാണ് ആ ഭൂതത്തെ തുറന്നുവിടാനുള്ള കാരണം. അത് എത്തി നിൽക്കുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് അജണ്ട അത് സെറ്റ് ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലല്ലോ എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ്. എങ്കിൽ ആവനാഴിയിൽ നേരത്തെ തന്നെ കരുതി വെച്ചിരുന്ന ഒരുപക്ഷെ ജനം ചെറിയ രീതിയിൽ മറന്നുകൊണ്ടിരുന്ന ശബരിമല വിഷയം ഒരിക്കൽ കൂടി മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് രാഹുൽ ഗാന്ധി വേണ്ടി വന്നു. കാരണം സംസ്ഥാന നേതാക്കൾ പരസ്പരം മത്സരിച്ച്, അതായത് പ്രധാന നേതാക്കളായ 3 പേര് കോൺഗ്രസിൻ്റെ, അത് KC വേണുഗോപാൽ ആകട്ടെ, രമേശ് ചെന്നിത്തലയാകട്ടെ, VD സതീശനാകട്ടെ, ഡീലിൽ പിടിച്ച് മുഴുവൻ തന്നെ ഒരു പ്രചരണം നടത്തുമ്പോൾ മൈനോറിറ്റി കൺസോളിഡേഷൻ ആണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാന പ്രചരണ ഉദ്ദേശം എന്ന രീതിയിലുള്ള നറേറ്റീവ് വരുന്നത് അപകടകരമാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഒരുപക്ഷെ ഗവൺമെൻറ് വിമർശിക്കാനുള്ള അവസരം കളഞ്ഞു കുളിക്കരുത്. അതുകൊണ്ട് അവസാനമെങ്കിൽ കഴിഞ്ഞ 3 ദിവസമെങ്കിലും തീർച്ചയായും ഡീൽ ലേശം പിന്നോട്ട് പോവുകയും ഇപ്പോൾ ശബരിമല വിവാദം ഉൾപ്പെടെ മുന്നോട്ട് വരികയും ചെയ്യുന്ന കാര്യമാണ് കാണുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ശ്രീജ ഒരു സിംഗിൾ പോയിന്റ് അജണ്ട ഏതെങ്കിലും ഒരു കക്ഷി സെറ്റ് ചെയ്ത്, ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഉള്ള ഒരു കക്ഷി സെറ്റ് ചെയ്ത് ആ ത്രെഡിൽ മുന്നോട്ട് പോയ ഒരു തെരഞ്ഞെടുപ്പ് അല്ല ഇവിടെ നടക്കുന്നത് എന്നതാണ് വാസ്തവം. ശരി, ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം. സൂപ്പർ പ്രൈം ടൈം തുടരുന്നു. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ ക്ലിമ്മിസ് ബാവ പറഞ്ഞ വാക്കുകൾ അങ്ങ് പ്രചാരണ തിരക്കിലായതിനാൽ കേട്ടോ എന്ന് എനിക്കറിയില്ല. വോട്ട് ചെയ്യണം, വോട്ട് പാഴാക്കരുത്, പുതിയ നിയമങ്ങളൊക്കെ വരുമ്പോൾ ആശങ്കയുണ്ട്, മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ ഈ ആശങ്ക പറയുന്നത്. ഇത് FCRA ബില്ലിനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നലെ മല്ലികാർജുൻ ഖാർഗെയും ഇന്ന് സമാനമായ വാക്കുകൾ പറയുന്നുണ്ടായിരുന്നു. വഖഫ് ബില്ല് ബാധിച്ചതുപോലെ FCRA ക്രിസ്ത്യൻ വിഭാഗത്തെ ബാധിക്കുമെന്ന്. പ്രധാനമന്ത്രി ആകട്ടെ ഒരൊറ്റ വാചകത്തിൽ വളരെ കാഷ്വലായി പറഞ്ഞു പോവുകയാണ്. നമ്മളൊക്കെ ചിരിച്ചു കളഞ്ഞ ചില സിനിമകളുണ്ടല്ലോ, കശ്മീർ ഫയൽസ് പോലെ, കേരള സ്റ്റോറി പോലെയുള്ള ആ സിനിമയിൽ നടത്തിയതുപോലെ ആ സിനിമയ്ക്കെതിരെ നടത്തിയതുപോലെ ഒരു പ്രചാരണം മാത്രമാണ് FCRAയിൽ നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരു സിനിമയ്ക്കെതിരെ നടക്കുന്ന പ്രചാരണം പോലെ കാണേണ്ട അത്ര നിസ്സാരമായ സംഭവമായിട്ടാണോ നിങ്ങൾ FCRA ബില്ലിനെ കാണുന്നത്? തൽക്കാലം വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് വരുമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ അറിയാം. ക്രൈസ്തവ വിഭാഗങ്ങൾ അതിൽ ആശങ്കയുള്ളവരുമാണ്. അല്ല, ഇതിന് വലിയ പ്രചരണമാണല്ലോ CAA നിയമത്തെ പറ്റി പറഞ്ഞത്. ഇന്ത്യൻ മുസ്ലിങ്ങളെ പൗരത്വം നഷ്ടമാവുമെന്ന് പ്രസംഗിച്ച കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ LDF നേതാക്കന്മാരുടെ പ്രസംഗം യൂട്യൂബിലുണ്ട്, വേണം ഞാൻ ഇട്ടുതരാം. അതവിടെ നിൽക്കട്ടെ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാം. കേരളം നേരിടുന്ന ഒരു വിഷയം, കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയം പലായനമാണ്. ഇവിടത്തെ ചെറുപ്പക്കാർ നാട് വിട്ടു പോവുകയാണ്. +2 കഴിഞ്ഞാൽ വണ്ടി കയറുകയാണ് വിദേശ രാജ്യങ്ങളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും. ഏറ്റവും ദുഃഖകരമായ കാര്യം ഇവർ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ പ്രേത ഗ്രാമങ്ങളുണ്ട്, അതായത് വന്ധ്യവയോധകന്മാർ മാത്രം താമസിക്കുന്ന ഗ്രാമങ്ങളുണ്ട്. ഞാൻ വേറൊരു ഭയങ്കര സംഭവം പറയാം. കേരളത്തിലെ പ്രശസ്തമായ ഒരു കലാലയം, ആ കലാലയത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അവിടെ കഴിഞ്ഞ അധ്യയന വർഷം മലയാളം BA, അതായത് നമ്മുടെ മാതൃഭാഷ പഠിക്കാൻ ചേർന്നത് 2 കുട്ടികളാണ്. ഈ കേരളത്തിലെ പ്രശസ്തമായ പല കോളേജുകളിലും സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇവർ പറയുന്നത് കേരളം വിദ്യാഭ്യാസത്തിൽ നമ്പർ 1 എന്നാണ്. ഇത് പറയുന്നവന്റെ മക്കളൊക്കെ വിദേശത്ത് പോയിട്ടാണ് പഠിച്ചത്, ഞാൻ ആരും പേര് പറയുന്നില്ല. ഇവരൊക്കെ ജോലി ചെയ്യാനും വിദേശത്താണ് പോയത്. അപ്പോ കേരളത്തിലെ ചെറുപ്പക്കാർ ഇവിടുത്തെ കോളേജുകളിൽ വിദ്യാഭ്യാസത്തിന്റെ എന്തുകൊണ്ടാണ്, എന്താ കുറ്റം എന്ന് അവർ പറയണം.
കേരളം ഭരിച്ചവർ പറയണം. +2 കഴിഞ്ഞാൽ നാട് വിടുന്ന ഒരു അവസ്ഥയാണ്. പണ്ട് ഗൾഫിലേക്ക് പോയവർ 2 കൊല്ലം കൂടുമ്പോൾ ലീവിന് വരും, 30 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വരും. പക്ഷേ അമേരിക്കയ്ക്കും ഓസ്ട്രേലിയക്കും സിംഗപ്പൂരിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കാനഡയിലേക്കും പോകുന്നവർ തിരിച്ചു വരുന്നില്ല, അവിടെ സെറ്റിൽ ആവുകയാണ്. നാളെ കേരളം ചെറുപ്പക്കാരില്ലാത്ത രാജ്യമാകും, കേരളത്തിൽ ചില ഗ്രാമങ്ങളെ പോലെ. ഒരു പ്രധാന വിഷയമാണ്, ഇവർ ഉത്തരം പറയണം. രണ്ടാമത്തെ വിഷയം, ഇവിടെ മോഹൻ സാർ പറഞ്ഞു ഈ കോൺഗ്രസ് എന്തും ചെയ്യാണ് ഇലക്ഷൻ ജയിക്കാൻ. അത് സത്യമാണ് സാറേ. കാരണം 2023 നവംബർ മാസം തെലുങ്കാനയിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം കഴിഞ്ഞ 2.25 കൊല്ലമായി കോൺഗ്രസ് ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടില്ല. കിട്ടിപ്പോയി എന്ന് വിചാരിച്ച ഹരിയാന തോറ്റു, ഡൽഹിയിൽ 0, ബീഹാറിൽ 6, മഹാരാഷ്ട്ര തോറ്റു, എല്ലാം തോറ്റു കോൺഗ്രസ്. കോൺഗ്രസിന് നിലനിൽപ്പിന്റെ യുദ്ധമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ യുദ്ധമാണ്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ യുദ്ധമാണ്. പശ്ചിമ ബംഗാളിൽ ഇത്തവണയും 0 അടിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പിന്നെ ത്രിപുര എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു കേരളമാണ് ഇവരുടെ ഒക്കെ പ്രതീക്ഷ. അതിനുവേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ് ഇവര്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയില്ല എന്ന് നിർബന്ധ ബുദ്ധിയോടെയാണോ ഞാൻ ചോദിച്ചത്? FCRA ഒരു വലിയ വിഭാഗം വോട്ടർമാരിൽ, കേരളത്തിലെ ഒരു വലിയ വിഭാഗത്തിൽ തന്നെ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ആ ആശങ്ക അഡ്രസ് ചെയ്യുന്ന തരത്തിൽ ഒന്നും പ്രധാനമന്ത്രി പറഞ്ഞില്ല. അവരുടെ വോട്ട് നിങ്ങൾ വലിയ രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി വരുമെന്ന് കരുതിയിരുന്ന ഒരു വോട്ടാണല്ലോ അത്, ഒരു വിഭാഗമായിരുന്നല്ലോ അത് നിങ്ങൾ വിട്ടുകളഞ്ഞോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, എത്ര ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് CAA നിയമം നടപ്പിലാക്കിയപ്പോ പൗരത്വം പോയി? എത്ര ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പോയി? വേണോ CPM നേതാക്കന്മാരെ പ്രസംഗം വേണോ? കോൺഗ്രസ് നേതാക്കന്മാരെ പ്രസംഗം വേണോ? വേണോ? ഞാൻ ഇട്ടുതരാം, താങ്കൾക്ക് ഇട്ടുതരാം. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടും CAA നിയമം നടപ്പിലാക്കിയാൽ എന്ന് പറഞ്ഞില്ലേ? എത്ര ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെട്ടു? CAA നിയമം നടപ്പിലാക്കി 10,000-കണക്കിന് ആൾക്കാർക്ക് പൗരത്വം കൊടുത്തു. ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തുക ഏതിനെതിരെയാ? പെഗാസിസ് വ്യാജ പ്രചരണം, അഡാനിക്ക് അമേരിക്കയിൽ ഷെൽ കമ്പനി വ്യാജ പ്രചരണം, അതിന് നരേന്ദ്രമോദിയുടെ സഹായം വ്യാജ പ്രചരണം, വോട്ടിംഗ് മെഷീൻ തകരാറ് വ്യാജ പ്രചരണം, വോട്ടേഴ്സ് പട്ടിക മുഴുവൻ തെറ്റ്, ബാംഗ്ലൂരിൽ വമ്പിച്ച ക്രമക്കേട് വ്യാജ പ്രചരണം, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായില്ലേ? ഇങ്ങനെ കേന്ദ്രം എടുക്കുന്ന ഓരോ നടപടിക്കുമെതിരെ എന്തൊക്കെ വ്യാജ പ്രചരണം നടത്തി, എല്ലാം പൊളിഞ്ഞില്ലേ? ഒരു സ്റ്റേ കിട്ടിയോ CAA നിയമത്തിന്? 6-7 കൊല്ലായി കോടിക്കണക്കിന് രൂപ ഫീസ് വാങ്ങിയിട്ട് ഈ പാർട്ടിയിൽപ്പെട്ട വക്കീലന്മാർ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ട് ഒരു സ്റ്റേ കിട്ടിയോ? അപ്പൊ വ്യാജ പ്രചരണങ്ങൾ കൊണ്ടൊന്നും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റ് കിട്ടുമായിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ഒരു പ്രവചനമായിട്ട് തന്നെ എടുത്തോ. ഇത്തവണ കേരളത്തിൽ 2004 കർണാടകയിൽ സംഭവിക്കും. ആർക്കും ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല. കേരളം ഒരു തൂക്ക് സഭയിലേക്കാണ് പോകുന്നത്. അത് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഒരു മുന്നണിക്കാരായ ഇവർ തമ്മിൽ ഞങ്ങൾ പോലും പറയാത്ത, ഞങ്ങൾ കോൺഗ്രസിനെയോ കമ്മ്യൂണിസ്റ്റിനെയോ വിളിക്കാത്ത വാക്കുകൾ ഉപയോഗിച്ച് പരസ്പരം ചീത്ത വിളിക്കുന്നത്. അതുകൊണ്ടാണ് പണ്ട് ജനധികം രാഹുൽ ഗാന്ധിയുടെ പരിശോധിക്കണം എന്ന് പറഞ്ഞാലാണ് പിണറായി വിജയൻ. മനസ്സിലാക്കണം, ഞങ്ങൾ പോലും അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ഞങ്ങൾ പോലും ഉപയോഗിക്കാത്ത വാക്കുകൾ ഉപയോഗിച്ച് ഇവർ പരസ്പരം ചീത്ത വിളിക്കുന്നത് ഇതൊരു ജീവൻ മരണ പോരാട്ടമായതുകൊണ്ട്. ഇല്ലെങ്കിൽ ഇവർ മുങ്ങും, തോറ്റാൽ തോൽക്കുന്നവൻ മുങ്ങും എന്ന് ഇവർക്ക് 2 കൂട്ടർക്കും അറിയാം. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ഇവർ 2 കൂട്ടരും ജയിക്കാൻ പോകുന്നില്ല. കേരളം ഒരു തൂക്ക് സഭയിലേക്കാണ് നിൽക്കുന്നത്. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ FCRA വിഷയത്തിൽ ഇപ്പോ ഇതിലൊരു ആശങ്കയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇന്നിപ്പോ ക്ലിമിസ് ബാവയുടെ ഈസ്റ്റർ ദിന സന്ദേശമൊക്കെ. അതൊന്ന്, അതിലൊരു കൃത്യമായ ഉത്തരം കിട്ടാതെ അതിന് ഒരു ഉത്തരം പറയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം വയനാടാണ്. വയനാട് എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് ഈ അവസാന ദിവസങ്ങളിൽ ഒരു പക്ഷേ നിങ്ങൾ എല്ലായിടത്തും ഉത്തരം പറയേണ്ടി വന്ന ഒരു വിഷയം പലയിടത്തും ഞാൻ നേരിട്ട് കണ്ടതാണ്. ഈ ഒരൊറ്റ വിഷയം, വയനാട് വീട് നിർമ്മാണം എന്തായി എന്ന ചോദ്യത്തിന് മുന്നിൽ നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാനാവാത്തത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ KPCC പ്രസിഡന്റ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ സ്വന്തം കാലിൽ വെടിവെച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അവിടെ വീണ്ടും നിങ്ങൾക്ക് ഇത്രയേ പിരിക്കാനായുള്ളൂ, നിങ്ങളുടെ കഴിവുകേട് അവിടെ വരുന്നു. നിങ്ങൾ എന്തിനാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് ഇങ്ങനെ പണമില്ലെന്നറിഞ്ഞിട്ടും എന്തിന് കല്ലെടിയിപ്പിച്ചു? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഈ 2 ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരില്ലേ? ശ്രീജ, ഒന്നാമത്തെ കാര്യം, BJPയുടെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിയ സമരങ്ങളെല്ലാം വ്യാജമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആയിരുന്നു എന്നാണ്. ഒറ്റ ചോദ്യമുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾ ഞങ്ങൾ എത്ര പറഞ്ഞാലും ശ്രീബന്ധനാവാൻ സമ്മതിക്കില്ല. കാരണം താങ്കൾ BJPക്കാരനാണല്ലോ. തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് കള്ളവോട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമല്ലേ? വെല്ലവൻ്റെയും ഫ്ലാറ്റിൽ അതിക്രമിച്ച് കയറി ഇരട്ട വോട്ട് ചേർത്ത സുരേഷ് ഗോപിയുടെ ഡ്രൈവറല്ലേ? സമ്മതിക്കാമോ? അതെങ്കിലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് മനസ്സിലായ കാര്യമാണല്ലോ.
ഈ നാട്ടിലെ സകല സംഖ്യകളെയും കൊണ്ടുവന്ന് അവിടെ ഇരട്ട വോട്ട് ചേർപ്പിച്ച് പരമാവധി വ്യാജ വോട്ടുണ്ടാക്കി ഇരട്ട വോട്ടും കള്ള വോട്ടൊക്കെ ചെയ്തു. പഞ്ചായത്ത് ഇലക്ഷന് വേറെ ജില്ലയിൽ, പാർലമെൻറ്റ് ഇലക്ഷന് വേറെ ജില്ലയിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പും വേറൊരു ജില്ലയിൽ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പരിപാടി നിങ്ങൾക്കാണുള്ളത്. അപ്പോൾ അത് വിട്. നിങ്ങളിവിടെ കേരളത്തിൽ മത്സരിക്കുന്നത് പിണറായി വിജയനെ പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പങ്കെടുക്കുന്ന ചർച്ചയിൽ BJPയുടെ സംസ്ഥാന സെക്രട്ടറി S. സുരേഷ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിണറായി വിജയനെതിരായിട്ടോ മകളുടെ മാസപ്പടിയിലോ മകൻ്റെ ED നോട്ടീസിലോ സ്വർണ്ണക്കടത്തിലോ ലൈഫ് മിഷനിലോ ഒന്നിലും അന്വേഷിക്കില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു സൗകര്യം ചെയ്ത് കിട്ടില്ല. പിണറായി വിജയനെ പിടിച്ച് അകത്തിട്ട് അതിൻ്റെ പേരിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കില്ല എന്ന് ഞാൻ പങ്കെടുക്കുന്ന ചർച്ചയിൽ നിങ്ങളുടെ BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്. തെറ്റാണെന്ന് തെളിയിക്കാമോ? തെളിയിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഷാബു പ്രസാദ് വലത് നിരീക്ഷകൻ നിങ്ങളുടെ വലിയ പിന്തുണക്കാരനാണ്. അദ്ദേഹം സമാനമായ സാഹചര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ BJPക്കാർ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പിണറായി വിജയന് തുടർഭരണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശബരിമലയിൽ സ്വർണം കെട്ട പിണറായി വിജയൻ, അവരെ പോറ്റി വളർത്തിയ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് നിങ്ങൾക്കൊരു സമരം ഉണ്ടായിരുന്നോ? ഇല്ല. നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദൽ സംഗമം നടത്തി. എവിടെന്നോ ഒരു ആസാമിയെ കൊണ്ടുവന്ന് വാവര് വർഗീയവാദി എന്നൊക്കെ വിളിച്ചു പറയിച്ചു. പക്ഷെ ശബരിമലയിലെ സ്വർണം കെട്ട കേസിൽ സഖാവ് പത്മകുമാറും സഖാവ് വാസുവും അടക്കമുള്ള CPM നേതാക്കന്മാർ ജയിലിൽ പോയപ്പോൾ നിങ്ങൾക്ക് സമരമുണ്ടായില്ല. നിങ്ങൾക്ക് പിണറായി വിജയനെതിരെ സമരമില്ല. ആ വിഷയം പോലും ഉന്നയിക്കില്ലെന്നാണ് ശബരിമല സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ NDAയുടെ സ്ഥാനാർത്ഥി ആദ്യമേ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സമയത്ത്. അപ്പോൾ താങ്കളുടെ വിഷയം അവിടെ. ഇനി എനിക്ക് CPMൻ്റെ പ്രതിനിധി മറ്റ് സുരേഷ് കുമാറോട്, താങ്കൾ കുറേ അവകാശവാദങ്ങൾ പറഞ്ഞു. പെൻഷൻ മുടങ്ങാത്ത കേരളമെന്ന്. പെൻഷൻ 6 മാസം മുടങ്ങിയപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ജോസഫ് ഏട്ടൻ ആത്മഹത്യ ചെയ്തു. പെൻഷൻ മുടങ്ങിയപ്പോൾ ആളുകൾ പിച്ചച്ചട്ടി എടുത്ത് സമരം ചെയ്തു. പിച്ചച്ചട്ടി എടുത്ത് സമരം ചെയ്ത അവരുടെ മക്കൾക്ക് 5 ഏക്കർ ഭൂമിയുണ്ടെന്നും പലരും സ്വിറ്റ്സർലൻഡിലാണെന്നും കള്ളവാർത്ത കൊടുത്ത് ദേശാഭിമാനി. പിന്നെ നിങ്ങൾ പിണറായി വിജയൻ 10 വർഷം കൊണ്ട് 5 ലക്ഷം വീട് കൊടുത്തതിനെ കുറിച്ച് പറയുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് 4,58,976 വീടുകൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും 1 ലക്ഷത്തോളം വീടുകൾ പല ഘട്ടങ്ങളിലും പാതയും ഒക്കെ എത്തി നിൽക്കുന്ന അവസരവും ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെക്കുകയാണ് നിങ്ങൾ കള്ളമാണ് പറയുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫാക്ട് ഞാൻ വരാം, ശ്രീജ ഞാൻ വരാം. അദ്ദേഹം CPMൻ്റെ പ്രതിനിധി കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ താങ്കൾ അതിനെ കൗണ്ടർ ചെയ്തു അല്ലെങ്കിൽ ഇടപെട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് അതിനെല്ലാത്തിനും മറുപടി പറയണ്ട. കാരണം ജനങ്ങൾ തീരുമാനിച്ച ഒരു കാര്യമാണ്. ഇനി താങ്കൾ പറഞ്ഞത് എന്താ? താങ്കൾ പറഞ്ഞത് വയനാട്ടിലെ കാര്യം. ശ്രീജയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകയാണല്ലോ. കേരളത്തിലൊരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനമായിട്ടുള്ള റിപ്പോർട്ടർ ചാനൽ 150 ഏക്കറിൽ 300 വീടുകൾ പണിതു കൊടുക്കും. 150 ഏക്കറിൻ്റെ ടൗൺഷിപ്പ് ഉണ്ടാക്കും. 4 ബെഡ്റൂമുള്ള വീടുകൾ, 3 ബെഡ്റൂമുള്ള വീടുകൾ എന്നൊക്കെ ആൻഡ് ഓഗസ്റ്റിനും അരുൺകുമാറും ഒന്നിച്ചു നിന്ന് തള്ളിയല്ലോ. അവരോട് നിങ്ങൾ വീട് എവിടെയാണെന്ന് ചോദിച്ചോ? CPM എത്ര വീട് പണിതു കൊടുത്തു? കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഞാൻ ഈ ചർച്ചയിലേക്ക് വിളിച്ച ആളാണ്. അപ്പൊ എനിക്ക് ജിൻഡോയോടാണ് ചോദിക്കാനുള്ളത്. എനിക്കിപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ പോയി തൽക്കാലം ചോദിക്കാൻ നിവർത്തിയില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം കണക്ക് പുറത്തുവിട്ടു. ശരിയാണ്, ആ കണക്ക് നിങ്ങൾക്ക് തന്നെ വിനയാകുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. കാരണം ഇതേ ആപ്പ് ഉപയോഗിച്ച് ലീഗ് പിരിച്ച തുക എത്രയാണെന്ന് താങ്കൾക്കറിയാം. അല്ലെങ്കിൽ DYFI ആക്രി വിറ്റും അല്ലെങ്കിൽ അവർ ബിരിയാണി ചലഞ്ച് നടത്തിയും പിരിച്ച പൈസ എത്രയാണെന്ന് അറിയാം. യൂത്ത് കോൺഗ്രസിന് ഇത്രയേ പറ്റുള്ളൂ എന്ന് നാട്ടുകാർ ചോദിക്കും. ശ്രീജ, എനിക്ക് ഇതിന് മറുപടി പറയാനുള്ള സമയം തരണം. ശ്രീജ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അത്രയും സമയം എനിക്ക് മറുപടി പറയാൻ തരൂലേ? ഇനി ഞാൻ പറയട്ടെ, റിപ്പോർട്ടർ ചാനലിൽ പോയി നിങ്ങൾ ചോദിക്കണ്ട. നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനം അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയോ? സ്വകാര്യ ശ്രീജ, ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയാവുമ്പോൾ എനിക്ക് മറ്റു കാര്യങ്ങളെ കുറിച്ച് കൂടി പറയണ്ടേ? ഞാൻ കോൺഗ്രസിന്റെ മറുപടി പറയാം. അതിനു മുമ്പ് ചോദിക്കട്ടെ, കേരളത്തിന്റെ സർക്കാരാണ് ലീഗലി ലയബിൾ ആയിട്ടുള്ളത്. സർക്കാർ കൈമാറിയ 178 താക്കോൽ വാങ്ങിയ ആളുകൾ ആ വീടുകളിൽ താമസിക്കുന്നുണ്ടോ? ശ്രീജയെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ലൈവായിട്ട് ആ താമസിക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ നാളെ കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ല. DYFI പണിത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വീടെന്താ പണിയാഞ്ഞ്? അവർ ചെക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതിന്റെ പലിശ വാങ്ങിയതുമായി ബന്ധപ്പെട്ട സംശയം, ചെക്ക് കൈമാറി എന്ന് പറയുന്ന ഡേറ്റ്, അവർ CMDRFിലേക്ക് ചെക്ക് കൈമാറി എന്ന് പറയുന്നു. അതിന് കഴിഞ്ഞ് പ്രോജക്ട് ഇംപ്ലിമെന്റിംഗ് യൂണിറ്റിലേക്ക് പൈസ കൈമാറി
കൈമാറി എന്ന് പറയുന്നു. അത്തരം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ തുറന്നു കാണിച്ചോ? ഇനി നിങ്ങൾ പറഞ്ഞത് DYFI കളക്ട് ചെയ്ത പൈസ അത്രയും യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്തില്ലെന്ന്. അവർ ശബരിമല ശാസ്താവിന്റെ സ്വർണം കട്ടതായിരിക്കും ആക്രിയായിട്ട് വിറ്റത്. ഞങ്ങൾ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാർ ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ഞങ്ങൾ ചെറിയ ചെറിയ ന്യൂസ് പേപ്പർ ചലഞ്ച്, ചെറിയ ചെറിയ ചലഞ്ചുകൾ നടത്തി കിട്ടിയ പൈസയാന്നേ. ഞങ്ങൾക്ക് അത്രേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് കൊള്ളയടിക്കാൻ പറ്റൂല. ഞങ്ങൾ അമ്പലം കട്ട കാശ് കൊണ്ടല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പിരിച്ച പൈസ പോലും കൃത്യമായിട്ട് പുനരധിവാസത്തിന് കൊടുക്കാത്ത സംഘടന DYFI. ഞങ്ങൾ 1,05,00,000 രൂപ കളക്ട് ചെയ്ത് KPCCക്ക് കൊടുത്തു. KPCC കിട്ടിയ ഫണ്ട് കൃത്യമായിട്ട് ഭൂമി മേടിക്കാൻ ചെലവഴിച്ചു. നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. ഞങ്ങൾ ഭരിക്കാത്ത സംഘടനയാണ്, ഭരണമില്ലാത്ത സംഘടനയാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു. കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് അന്വേഷിക്കാമല്ലോ. CPM അക്കൗണ്ടിലൂടെ പണം സമാഹരിച്ചു എന്നുള്ള വാർത്ത നിങ്ങൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? CPM അഖിലേന്ത്യാ കമ്മിറ്റി പിരിച്ചത് 93 ലക്ഷം രൂപയല്ലേ? അഖിലേന്ത്യാ കമ്മിറ്റി. അപ്പൊ അവരുടെ കഴിവ് കേടാണോ? ഓരോ സംഘടനകൾക്കും ഓരോ കഴിവ്. UDFന്റെ ഭാഗമായിട്ടുള്ള ലീഗ് നന്നായിട്ട് ഫണ്ട് കളക്ട് ചെയ്തു, കൃത്യമായിട്ട് വീട് വെച്ചു കൊടുത്തു. ഞങ്ങൾക്ക് സർക്കാർ ഭൂമി തരുമെന്ന് പറഞ്ഞു, തന്നില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാടിൽ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ ഞങ്ങളുടേതായ രീതി ചെയ്തോളാം. പക്ഷെ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ സംഘടന, പ്രതിപക്ഷ സംഘടന, ശ്രീജയുടെയും എന്റെയും ഒക്കെ ചോദ്യത്തിന് ഉത്തരം അല്ല ഞാൻ പറയട്ടെ ശ്രീജയുടെയും എന്റെയൊക്കെ ചോദ്യത്തിന് ഉത്തരം തരാൻ നിയമപരമായി ബാധ്യതയുള്ളത് കേരളത്തിലെ സർക്കാരിനാണ്. ആ 178 വീടുകളിൽ എത്ര ആളുകൾ താമസിക്കുന്നുണ്ട്? ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കിടക്ക വരെ എടുത്തുകൊണ്ടുപോയ പരിപാടിക്ക് നോക്കുകൂലി വാങ്ങിയ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കരാറില്ലാതെ കോൺട്രാക്ട് കൊടുത്തത് എത്ര കോടി രൂപയ്ക്കാ? 299 കോടി രൂപയ്ക്ക്. അവിടെ എത്ര വീട് പണിയുന്നുണ്ട്? അതിന് എത്ര കോടി രൂപയാവും? ശ്രീജ ഒരു കണക്കങ്ങ് പുറത്തുവിട്ടേ. നമുക്ക് ഏത് വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. ഞങ്ങൾ സ്വന്തം കാലിലല്ല വെടിവെച്ചേ. സത്യത്തിൽ CPM ഇതിൽ വന്ന് തൂങ്ങി. കോൺഗ്രസ് പിരിച്ച കണക്ക് പുറത്തുവിട്ടു. അപ്പോഴാണ് DYFയുടെ കണക്കിന്റെ മിസ്മാച്ച് വരുന്നത്. അപ്പോഴാണ് സർക്കാർ പണിത വീട്ടിൽ എത്ര ആളുകൾ താമസിക്കുന്നുണ്ടെന്നുള്ള ചോദ്യം വരുന്നത്. സത്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളും CPM കോൺഗ്രസിന്റെ സ്ട്രാറ്റജിയിൽ വന്ന് തന്നെയാണ് തൂങ്ങിയത്. ഈ 178 വീടിൽ എത്ര ആളുകൾ താമസിക്കുന്നുണ്ട് ശ്രീജ? അവർ മഴ നനഞ്ഞ് താമസിക്കുന്നില്ലേ? അവരുടെ വാടക കിട്ടാത്തതിന്റെ പേരിൽ ആ മുണ്ടക്കൈ ദുരിതബാധിതരായിട്ടുള്ള മനുഷ്യർ സമരം ചെയ്തില്ലേ? അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടപ്പോൾ സമരം ചെയ്തില്ലേ? ഈ സർക്കാർ എവിടെയായിരുന്നു? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 40 കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വെച്ച് കൈമാറി. നിങ്ങൾ അതെന്താ വാർത്തയാക്കാത്തത്? ലീഗ് കൊടുത്ത 52 വീടുകൾ നിങ്ങൾ എന്താ കൊട്ടിഘോഷിച്ച് വാർത്ത കൊടുക്കാത്തത്? സർക്കാരിന്റെ 178 താക്കോലിന്റെ വാർത്ത കൊടുത്തില്ലേ? എത്ര ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് ചോദിച്ചോ? DYFI മേടിച്ച ആ കമ്മീഷൻ, ആ ഇൻട്രസ്റ്റ് മേടിച്ചില്ലേ? പലിശ വാങ്ങിയില്ലേ? 20 കോടി രൂപയുടെ 1.5 കോടി രൂപ പലിശ വാങ്ങിയില്ലേ? അതിനെക്കുറിച്ച് ചോദിച്ചോ? DYFI ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത ആ ചെക്കുകൾ ആരുടെയായിരുന്നു? വ്യാജ ചെക്കല്ലേ? കാനറ ബാങ്കിന്റെ വ്യാജ സീൽ വെച്ച്, വ്യാജ എംബ്ലം വെച്ച് ചെക്ക് ഉണ്ടാക്കിയില്ലേ? അതിനെക്കുറിച്ച് ചോദിക്കണ്ടേ? ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ മറവിൽ അവർ 20 കോടി കളക്ട് ചെയ്തതിന് മഹത്തായ സേവനം എന്ന് പറയില്ലേ? അങ്ങനെയാണെങ്കിൽ അഖിലേന്ത്യാ CPM കമ്മിറ്റി സംഘടിപ്പിച്ചത് 93 ലക്ഷം രൂപയല്ലേ? തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ നേരിട്ടത്, നിങ്ങളോട് ചോദിച്ചത് വയനാട് ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ടായിരുന്നു. ശ്രീ D സുരേഷ് കുമാർ, ഇതാണ് ജിൻഡോ ജോണിന് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ LDFന്റെ പലയിടത്തും ഞങ്ങൾ യാത്ര ചെയ്തപ്പോഴടക്കം കണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ ഒരൊറ്റ പോയിന്റിലാണ് നിങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കുന്നുണ്ടായിരുന്നത്. അതിന് ജിൻഡോ പറയുന്ന വിശദീകരണം കേട്ടല്ലോ. അപ്പോൾ വയനാട് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു വോട്ട് വിഷയമായിട്ടുണ്ടോ? നോക്കൂ, ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് നിറഞ്ഞു നിൽക്കുന്ന മാവിൽ, നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, വഴിയെ പോകുന്നവരും വരുന്നവരും ഒക്കെ കല്ലെറിയും എന്ന ഒരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ഇവിടെ വന്ന നിഷ്പക്ഷ നിരീക്ഷകരും രാഷ്ട്രീയ പ്രതിനിധികളും ഇടതുപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി കല്ലെറിയാനുള്ള വ്യഗ്രത കാട്ടുന്നത്. ഇവിടെ നിരീക്ഷകരായിട്ടുള്ള ആളുകളടക്കം രാഹുൽ ഗാന്ധി എന്തോ വലിയ പടക്കത്തിന് തിരികൊളുത്തി എന്നുള്ള രൂപത്തിൽ പറഞ്ഞു. സംഭവിച്ചത് എന്താണ്? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസ്യതയ്ക്ക് ദേശീയ തലത്തിൽ പോലും വലിയ കോട്ടം ഈ ഇവിടുത്തെ പ്രസംഗത്തോടു കൂടി സംഭവിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആദ്യം പറയേണ്ടത് എന്താണ്? അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് പല ഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അമ്മയോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിട്ടുള്ള സോണിയാഗാന്ധിക്കൊപ്പം സ്വർണം കട്ടവനും വിറ്റവനും കൂട്ടുനിന്നവനുമൊക്കെ ഒറ്റ ഫ്രെയിമിൽ വന്നത് എങ്ങനെയെന്നതിനെ സംബന്ധിച്ച് AICCക്ക് നാളിതുവരെ ഒരു എക്സ്പ്ലനേഷൻ നൽകാൻ നാളിതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ AICCക്ക് നൽകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പിന്നെ
അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊടിപ്പാറ സാറിനെ പോലുള്ള ആളുകളുടെ ആഗ്രഹമാണ് അവരിങ്ങനെ പറയുന്നത്. ഇനിയും സോണിയാഗാന്ധിയെ കുറിച്ച് ആരോപണം ഉന്നയിച്ചിട്ട് പോയാൽ എനിക്ക് സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കൂ. ഞാൻ ആ വിഷയത്തിൽ പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ. MA ബേബിക്ക് പോലും പരാതിയില്ലാത്തൊരു വിഷയമാണത്. MA ബേബി അടക്കം വിശദീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്താണ് അക്കാര്യത്തിൽ ഒരു CPM പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത്? അദ്ദേഹം പറയട്ടെ. പിന്നെ ദുരന്ത നിങ്ങൾക്ക് നിങ്ങൾ പോറ്റി സ്വർണം കെട്ട കേസ് അറിഞ്ഞിട്ട് ഇനി അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് അങ്ങേക്ക് എങ്ങനെ അറിയാം? ഒന്ന് ക്ഷമിക്കൂ. നിങ്ങളെ സൈക്കോളജിക്കൽ മൂവ് ഉണ്ടല്ലോ, അദ്ദേഹം മാറ്റണം. പക്ഷേ ആ ഫോട്ടോയെ പറ്റിയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ആ ഫോട്ടോയെ പറ്റി മാത്രമേ പറഞ്ഞോളൂ. സുരേഷ് കുമാർ പറഞ്ഞോളൂ. സുരേഷ് കുമാർ അങ്ങ് പറഞ്ഞോളൂ. പിണറായി വിജയന്റെ ഒപ്പമുള്ള ഫോട്ടോ ഇല്ലേ? രാജു എബ്രാഹിമിന്റെ ഒപ്പമുള്ള ഫോട്ടോ ഇല്ലേ? കടകംപള്ളിയുടെ ഒപ്പമുള്ള ഫോട്ടോ ഇല്ലേ? വാർത്താ സമ്മേളനം നടത്തുന്നു. അദ്ദേഹം പറയുകയാണ്, മാധ്യമ പ്രവർത്തകരെ നോക്കി, കേരളത്തിന്റെ പൊതു സമൂഹത്തെ നോക്കി അദ്ദേഹം പറയുകയാണ്, അവിടെ വീട് പണി തുടങ്ങിയിട്ടുണ്ടല്ലോ. 4-ാം തീയതി KPCC പ്രസിഡന്റ് പറയുന്നു, വീട് വെക്കാൻ ഞങ്ങളെ പണമില്ലെന്ന് മാത്രമല്ല സ്വർണ്ണക്കള്ള പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് ഇയാൾ മുസ്ലിം ലീഗ് 44 കോടി രൂപ പറയാൻ അനുവദിക്കാതെ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സുരേഷ് കുമാർ പറയുന്നത് കേരളത്തിലെ ഇയാളെ ഊഴത്തി പറ. സോണിയാഗാന്ധിയെ കുറിച്ച് പറയാൻ സമ്മതിക്കില്ല. ഡോക്ടറെ ഒന്ന് ഊഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നേ. ആ അഭ്യാസം വേണ്ട. പത്മകുമാറും വാസു എന്തിനാ ജയിലിൽ കിടന്നേ? ശബരിമല സ്വർണ്ണം കെട്ടില്ലേ? സോണിയാഗാന്ധിയുടെ മര്യാദ ഈ തെരഞ്ഞെടുപ്പിൽ ഇയാൾ പറഞ്ഞപ്പോ ഇയാൾ ഇടതുപക്ഷത്തിനെതിരായി സോണിയാഗാന്ധിയെ പറഞ്ഞിട്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. സോണിയാഗാന്ധിയെ പറഞ്ഞില്ലല്ലോ. ആ ഫോട്ടോയെ പറ്റി പറഞ്ഞു. താങ്കൾ ബഹളം ഉണ്ടാക്കരുത്. അദ്ദേഹം പറയാനുള്ളത് പറയട്ടെ. ഇത് ശരിയല്ല. എന്ത് ഒരു ഫോട്ടോ പിണറായി വിജയന്റെ ഒപ്പം ഫോട്ടോ ഇല്ലേ? ജിൻഡോ, ഇത് ശരിയല്ല. ദയവ് ചെയ്ത് നിർത്തണം. ശരിയല്ല. ഇത് ശരിയാവില്ല. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി സൂപ്പർ പ്രൈം ടൈം തുടരുന്നു. എനിക്കിനി 2 അതിഥികളിലേക്ക് കൂടി ഒരു തവണ പോകാനുള്ള സമയമേ ഉള്ളൂ. ശ്രീ സുരേഷ് കുമാറിന് ഞാൻ അവസാനം കഴിയുമെങ്കിൽ കുറച്ച് സമയം തരാം, ഈ തർക്കിച്ച് നഷ്ടപ്പെട്ട സമയം. ശ്രീ ജോർജ് പൊടിവാൾ. അത് നീതികേടാണ്. എന്നെ പറയാൻ അനുവദിക്കണം, പറഞ്ഞ് പൂർത്തീകരിക്കാൻ അനുവദിക്കണം. എന്റെ അവസരത്തിൽ കയറി ഇടപെട്ട് അലമ്പാക്കിയതിനു ശേഷം എനിക്കുള്ള അവസരം നിഷേധിക്കുന്നത് നീതികേടാണ്. ആങ്കർ അത് കൃത്യമായി പറയണം. ഞാൻ എന്റെ ചർച്ച തുടരുകയാണ്. ഇവിടെ ഡിവൈഎഫ്ഐ സമാഹരിച്ച പണത്തെ സംബന്ധിച്ചാണ് ഒരു പച്ചക്കള്ള ഇവിടെ പറഞ്ഞു. ഡിവൈഎഫ്ഐ പിരിച്ചെടുത്തതല്ല. ഡിവൈഎഫ്ഐ ആക്രി കച്ചവടം നടത്തി, അതുപോലെ തന്നെ വിവിധ ചലഞ്ചുകൾ നടത്തി ഈ സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത 20 കോടി രൂപ അത് ഗവൺമെന്റിൽ അടച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് 44 കോടി രൂപ മുസ്ലിം ലീഗ് പിരിച്ചെടുത്തു. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ കണക്ക് വെച്ചിരിക്കുകയാണ്. 28-ാം തീയതി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തോട് പറഞ്ഞു, ഞങ്ങൾ വീട് പണി ആരംഭിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലേ. 4-ാം തീയതി KPCC പ്രസിഡന്റ് പറയുകയാണ്, അവിടെ വീട് പണി പോയിട്ട് ഒരു ചുക്കും നടക്കാൻ വേണ്ടി പോകുന്നില്ല, അവിടെ പണം ഇനിയും അങ്ങോട്ട് വാങ്ങിയതിൽ കൊടുക്കാനുണ്ട്. നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും
വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പണം കട്ടെടുത്ത ഒരു MLA ആണ് യൂത്ത് കോൺഗ്രസിന് അന്ന് നേതൃത്വം കൊടുത്തിരുന്നത്. അത് അത്രയും വൃത്തികെട്ട റോള് അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ DYFIക്കെതിരെ ഇല്ലാ കഥ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിൽ BJPക്ക് കൂട്ടുനിന്നയാളാണ്. പച്ചക്കള്ളം. ഒരു ഉത്തരവാദിത്തപ്പെട്ട ദേശീയ നേതാവ് കേരളത്തിൽ വന്നു നിന്ന് പറയാൻ പാടുള്ള കാര്യമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂട്ടുനിന്ന ആളാണെന്ന്? എന്താണ് യഥാർത്ഥ വസ്തുത? ഛത്തീസ്ഗഡിൽ ഈ മതസ്വാതന്ത്ര്യ നിയമം നടപ്പിലാക്കുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരനായ അജിത് ജോഗിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ കൂട്ടുനിന്നത് BJPക്ക് കൂട്ടുനിന്നത് RSS ആണ്. ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു ഇവിടെ എല്ലാം പറയുന്നത് പച്ചക്കള്ളമാണ്. പച്ചക്കള്ളമാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് രണ്ടുപേരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശരി, ജോർജ് കൊടിപാറ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒറ്റ ചോദ്യം ശ്രീജ, സോണിയാഗാന്ധിയെ CPM പറയുന്നതിനോട് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി യോജിപ്പില്ലാന്ന് പറഞ്ഞു. ഇദ്ദേഹം ഈ തോന്നിവാസം മുഴുവൻ പറയും. ഞാൻ ചോദിക്കട്ടെ, അഖിലേന്ത്യാ CPM കമ്മിറ്റിക്ക് 93 ലക്ഷം മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താ? നിങ്ങൾ പിരിച്ചത് മുഴുവൻ നിങ്ങൾ ശാപ്പടടിച്ചോ? നിങ്ങൾ ശാപ്പടടിച്ചോ? അഖിലേന്ത്യാ CPM കമ്മിറ്റിക്ക് 93 ലക്ഷം കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. യൂത്ത് കോൺഗ്രസിന്റെ നിങ്ങൾ കഴിവില്ലാത്തതുകൊണ്ടാണോ? നിങ്ങൾ അങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പൊതുസമൂഹത്തിന് പറഞ്ഞിട്ടുണ്ടോ? കണക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഏത് പെൺകുട്ടിയിൽ നിന്ന്? എന്താ നിങ്ങളുടെ ഏത് പെൺകുട്ടിയിൽ നിന്ന്? ആലപ്പുഴയിൽ ബിരിയാണി ചലഞ്ചേർത്തേന്റെ പണം അടിച്ചു മാറ്റിയത് DYFIക്കാരാ. 20 കോടി രൂപ 15 കോടി രൂപ 10 മാസക്കാലം അക്കൗണ്ടിലിട്ട് 1.25 കോടി രൂപ പലിശ വാങ്ങി പിടുങ്ങിയത് DYFIക്കാരാ. 2 വ്യാജ ചെക്ക് ഉണ്ടാക്കി മുഖ്യമന്ത്രിയുടെ പണം DYFIക്കാരാ. നിങ്ങൾ എല്ലാവിധ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചർച്ച രണ്ടുപേർ കൂടി പാനലുണ്ട്, അവരോട് നിങ്ങൾ അല്പം ബഹുമാനം കാണിക്കണം. രണ്ടുപേർ കൂടി ഈ പാനലിലുണ്ട്, അവരോട് നിങ്ങൾ അല്പം ബഹുമാനം കാണിക്കണം. ദയവേദി എനിക്ക് അവർക്ക് ഓരോ മിനിറ്റ് വെച്ച് കൊടുക്കണം. ദയവ് ചെയ്ത് ഈ പാനലിലുള്ള രണ്ടുപേർക്ക് നിങ്ങൾ അവസരം കൊടുക്കണം. ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടുപേർക്ക് അവസരം കൊടുക്കണം. ശ്രീ ജോർജ് കൊടിപാറ, ശ്രീ മോഹൻ വർഗീസ്, ഒരൊറ്റ ചോദ്യം മാത്രം നിങ്ങളോട് രണ്ടുപേരോടും കൂടി ഒരൊറ്റ ചോദ്യം ചോദിക്കാണ്. നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. ജിൻഡോ, ശ്രീ ജിൻഡോ, ശ്രീ സുരേഷ്, നിങ്ങൾ രണ്ടുപേരും ദയവ് ചെയ്തൊന്ന് സഹകരിക്കും. പിണറായി ശ്രീ ജിൻഡോ, ശ്രീ സുരേഷ്, നിങ്ങൾ ദയവ് ചെയ്ത് എന്നോടൊന്ന് സഹകരിക്കൂ. ശ്രീ ജോർജ് കൊടിപാറയോടും ശ്രീ മോഹൻ വർഗീസിനോടും എനിക്ക് ചോദിക്കാനുള്ളത് ഈ തർക്കങ്ങൾക്കപ്പുറത്ത് കൃത്യമായി ഒരു പ്രകടന പത്രിക എന്നത് വെച്ചുകൊണ്ടൊരു ചർച്ച, അതൊക്കെയാണ് ഒരു വികസനത്തിന്റെ കാര്യത്തിൽ 5 വർഷം കൂടുമ്പോൾ നമ്മൾ നടക്കേണ്ടത്. വ്യത്യസ്തമായ ഒരുപാട് പദ്ധതികളൊക്കെ ഇത്തവണത്തെ പദ്ധതിയിൽ ഓരോരുത്തരും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രോയാക്റ്റീവായ ഒരു ചർച്ച ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നിട്ടുണ്ടോ? രണ്ടുപേരും ദയവ് ചെയ്ത് വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ പറയണം. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവരവരുടെ ഊഴത്തിൽ സംസാരിക്കാതെ എന്തെങ്കിലും അല്ലെങ്കിൽ VD സതീശന്റെ പുതിയുഗ യാത്രയുടെ സമാപനത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത അല്ലെങ്കിൽ കോൺഗ്രസ് അത്രത്തോളം കൃത്യമായ ഒരു അജണ്ട മുന്നോട്ട് വെക്കാറില്ല. വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഗ്യാരണ്ടി കോൺഗ്രസ് പാർട്ടി നൽകുന്ന ഒരു ഗ്യാരണ്ടി ആയിട്ട് 5 പ്രധാന പദ്ധതികൾ മുന്നോട്ട് വെച്ചു. സ്വാഭാവികമായിട്ടും പിന്നീട് മറ്റു കുറെ പദ്ധതികൾ മാനിഫെസ്റ്റോയിലുണ്ടെങ്കിലും ഈ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന 5 ഗ്യാരണ്ടി എന്ന് പറയുന്നത് നടപ്പാക്കാൻ കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമുക്ക് അത്രേ സമയമുള്ളൂ. ശ്രീ മോഹൻ വർഗീസ്, ഒരു വികസനാത്മകമായ അല്ലെങ്കിൽ വികസനോന്മുഖമായ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ എന്ന ഒരൊറ്റ അവസാന ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീ ജോർജ് കൊടിപാറ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ചർച്ച കൃത്യമായി നടന്നിട്ടില്ല. ഇൻകംബന്റിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ ട്രാക്ക് റെക്കോർഡാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. അതിനകത്ത് നടന്നിട്ടുള്ള വികസനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അതൊരു പ്രകടന പത്രികയായിട്ട് തന്നെ ഒരുപക്ഷെ ഭാവിയിൽ ചെയ്യാനുള്ള കാര്യങ്ങളും ഇതുവരെ ചെയ്തു തീർത്ത കാര്യങ്ങളും ഇൻകംബൻസി അഡ്വാൻറ്റേജ് എന്നത് അവിടെയുണ്ട്. അതേസമയത്ത് തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് 5 കാര്യങ്ങൾ, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന രൂപത്തിൽ 5 ഗ്യാരണ്ടികൾ കൃത്യമായി പറഞ്ഞു വെച്ചു. അതിനല്ല ട്രാക്ഷൻ കിട്ടിയത് നെഗറ്റിവിസ്റ്റ് കാര്യങ്ങൾക്കാണ്, വിരുദ്ധമായ കമൻറ്റുകൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കുമാണ്, അല്ലെങ്കിൽ ഡീൽ ഉൾപ്പെടെയുള്ള വിവാദങ്ങൾക്കാണ് കൂടുതൽ സമയം ചെലവഴിച്ചത് എന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമായി ഞാൻ കാണുന്നു. ശരി,
സൂപ്പർ പ്രൈം ടൈം പൂർണ്ണമാവുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അവസാന മണിക്കൂറിൽ, ഇനി വെറും 2 ദിവസം മാത്രമാണ് പ്രചാരണത്തിന് ബാക്കിയുള്ളത്, ആ സമയത്ത് എന്തൊക്കെയാണ് ചർച്ചയാവുന്നത് എന്നതാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്തത്. 2 ദിവസമുണ്ട്, ഇനിയും എത്രയോ വിഷയങ്ങൾ ഈ മണിക്കൂറുകളിൽ എത്തുമെന്ന് ഉറപ്പാണ്. വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ്, ശ്രീ ജോർജ് പടിപ്പാറ, ശ്രീ സുരേഷ് കുമാർ, ശ്രീ ജിൻഡോ ജോൺ, ഒപ്പം അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ ചർച്ചയിൽ പങ്കെടുത്തത്.